ഇന്നലെ സഖാവ് പിണറായി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖ ഇന്ന് രാവിലെ 9:30 മണി മുതൽ ചർച്ച ചെയ്യുകയും ഇനി 1 മണിക്കൂർ കൂടി ചർച്ച ബാക്കി നിൽക്കുകയാണ്. മൊത്തം 27 സഖാക്കളാണ് 5 മണിക്ക് പൂർത്തിയാകുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 20 സഖാക്കൾ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. കഴിഞ്ഞ സമ്മേളനം മുന്നോട്ടേക്ക് വെച്ച നവകേരള നിർമ്മാണം എന്ന ലക്ഷ്യം ഭൂരിപക്ഷവും നേടാൻ നമുക്കിതിനകം കഴിഞ്ഞതിനാൽ പുതുവഴികളും നടപ്പിലാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് സഖാക്കൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. പുതിയ വിഭവ സമാഹരണമെന്ന നിർദ്ദേശവും സ്വാഗതം ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉപരോധം പോലെയുള്ള സാമ്പത്തിക രംഗത്തുള്ള നമുക്കെതിരായിട്ടുള്ള നിലപാടും കടം വാങ്ങുന്ന പട്ടികയിലേക്ക് കിഫ്ബിയെയും പെൻഷൻ ഫണ്ടിനെയുമെല്ലാം മാറ്റുന്നതിലൂടെ കേരളത്തെ വരിഞ്ഞു മുറുക്കി ഒരു തരത്തിലുള്ള ക്രിയാത്മകമായ നിലപാടുകളും സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൻ്റെ വികസനം മുരടിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഈ രേഖ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് സർക്കാരും പാർട്ടിയും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും തയ്യാറാവണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. രേഖ സമഗ്രമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും രേഖയോടൊപ്പം ചേർക്കേണ്ടുന്ന നിരവധിയായ കാര്യങ്ങൾ ഇതിൻ്റോടൊപ്പം പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഇതിനായി ഉപയോഗിക്കണമെന്നാണ് ഉയർന്നു വന്ന ഒരു നിർദ്ദേശം. നവകേരള നിർമ്മാണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന കാര്യം സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. കാർഷിക മേഖലയിലും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലും കൂടുതൽ ഊന്നൽ വേണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. കാർഷിക മേഖലയിൽ നിലവിലുള്ള തൊഴിലുകളെ സംരക്ഷിച്ചുകൊണ്ട് അതുപോലെ തന്നെ യന്ത്രവൽക്കരണം ഉൾപ്പെടെ നടപ്പിലാക്കി കൃഷി ആദായകരമായ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടണമെന്നും ആധുനികതയുടെ അടിസ്ഥാനത്തിൽ പുതിയ തലമുറയെ കൂടി ആകർഷിക്കാൻ സാധിക്കുന്ന തരത്തിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തണമെന്നും സഖാക്കൾ നിർദ്ദേശമായി മുമ്പോട്ടേക്ക് വെച്ചു. സുഗന്ധദ്രവ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന സമീപനം ഉണ്ടാവേണ്ടതുണ്ട് എന്ന് സഖാക്കൾ
ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വന്യജീവി ആക്രമണത്തിൻ്റെ പ്രശ്നം അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി സഖാക്കൾ മുന്നോട്ടേക്ക് വെച്ചു. മനുഷ്യ ജീവൻ്റേത് എന്ന പോലെ തന്നെ കർഷക വികസനത്തിനും ഇത് അതിപ്രധാനമാണ് എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചു. ഡാമുകളിൽ നിന്നും മറ്റും മണൽ വാരൽ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ വലിയ രീതിയിലുള്ള വിഭവ സമാഹരണത്തിന് അതിടയാക്കും എന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് ശക്തമായ ക്യാമ്പയിൻ വേണം എന്നും സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാട് കൂടി മുന്നോട്ടേക്ക് വെക്കണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട്. ചർച്ച ഇനിയും 1 മണിക്കൂർ ബാക്കിയാണ്. ഇനിയുള്ള സന്ദർഭത്തിലും ഒരുപാട് പുതിയ നിർദ്ദേശങ്ങൾ വരും. അതെല്ലാം ചേർത്തുകൊണ്ട് നവകേരള എങ്ങനെ പുതിയ വഴികളിലൂടെ മുന്നോട്ടേക്ക് നയിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നാളത്തോടുകൂടി ഫൈനലൈസ് ചെയ്ത് എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.